അധ്യക്ഷ പ്രസംഗത്തിൽ സി എൻ മോഹനൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു. 2006 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എറണാകുളം ജില്ലയിൽ 14 സീറ്റിൽ 10 സീറ്റും കിട്ടി. അതൊരു ചരിത്ര വിജയമായിരുന്നു. നമ്മൾ ഒന്നുകൂടി പുറകോട്ട് പോയാൽ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യത്യസ്തമായ വിധിയെഴുത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയാകെ കോൺഗ്രസിനെതിരെ വിധിയെഴുതിയപ്പോൾ കേരളത്തിൽ നമുക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആകെ ജയിക്കാൻ കഴിഞ്ഞത് 17 സീറ്റിൽ മാത്രമാണ്. ആ 17 സീറ്റിൽ 5 സീറ്റ് നൽകിയ ജില്ലയാണ് എറണാകുളം ജില്ല. നോക്കണം, അത്രയും വലതുപക്ഷ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-ന് കേവലം 17 സീറ്റ് മാത്രം കിട്ടിയപ്പോൾ ഈ ജില്ല വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുത്തകയെന്ന് പൊതുവെ പരാമർശിക്കപ്പെടുന്ന ജില്ല 5 സീറ്റ് നൽകി. അങ്കമാലിയിൽ നിന്ന് സഖാവ് AP കുര്യൻ വിജയിച്ചു. വടക്കേക്കരയിൽ നിന്ന് അബ്ദുക്ക് ജയിച്ചു. പെരുമ്പാവൂരിൽ നിന്ന് PR ശിവൻ ജയിച്ചു. കുന്നത്തുമാടമെന്ന് സഖാവ് എസ്തൂത്ത് ജയിച്ചു. തൃപ്പൂണിത്തറയിൽ നിന്ന് സഖാവ് TK രാമകൃഷ്ണൻ ജയിച്ചു. 5 പേർ. ഇവിടം വിട്ടാൽ, എറണാകുളം ജില്ല വിട്ടാൽ, തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ അന്ന് CPM-ന് പിന്നെ ഒരു സീറ്റ് ലഭിച്ചത് വാമനപുരത്ത് മാത്രമാണ്. ഒറ്റ സീറ്റാണ്. ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അന്ന് കിട്ടിയത് 5 സീറ്റാണ്. പക്ഷെ അന്നത്തെ കണ്ണൂർ ജില്ല കാസർഗോഡ് കൂടി ചേരുന്നത് കൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം അന്നത്തെ കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് 6 സീറ്റ് കണ്ണൂർ കഴിഞ്ഞാൽ 5 സീറ്റ് ഈ എറണാകുളമായിരുന്നു. പിന്നീട് പല കാരണങ്ങളുണ്ടാകാം. ഇടയ്ക്ക് ഞങ്ങൾക്കും ചില കുഴപ്പങ്ങളുണ്ടായി. അതെല്ലാം അതിജീവിച്ചു. പാർട്ടി ഒറ്റക്കെട്ടായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ എറണാകുളം ജില്ലയ്ക്ക് ഏറെ സംഭാവന ചെയ്യാൻ കഴിയും.